ഹലോ ഗൈസ്, ഇന്നൊരു കുട്ടി വ്ലോഗ് ആയാലോ? വേറെ ഒന്നുമല്ല, ഇന്നൊരു ചെറിയൊരു ലഞ്ച് പ്രിപ്പറേഷൻസ് എനിക്ക് ക്രേവിങ് ആവുമായിരുന്നു ഇന്ന് കേരള ഫുഡ് കഴിക്കാൻ. സോ നമുക്ക് നോക്കാം ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കുന്ന ചെറിയൊരു ലഞ്ച്. ചിലപ്പോഴേക്കും നമുക്ക് ചില ഫുഡ് കഴിക്കാൻ ചില ക്രേവിങ്സ് തോന്നാറുണ്ട്. അതേപോലെ ഉണ്ട് എനിക്കും ഇന്ന് ക്രേവിങ്സ് തോന്നിയായിരുന്നു മീൽസ് കഴിക്കാൻ. ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് 12:30ക്ക്. ഓൾറെഡി എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന് ലേറ്റായി. ഫസ്റ്റ് നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം. വെണ്ടയ്ക്ക ഫ്രൈ നിങ്ങളും ഇങ്ങനെ ഉള്ളി ചേർക്കാറുണ്ടോ? ഞാൻ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഒനിയൻ അല്ലെങ്കിൽ പൊട്ടറ്റോ ആഡ് ചെയ്യാറുണ്ട്. നിങ്ങളും അങ്ങനെ ചെയ്യാറുണ്ടോ? സോ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ല വിശക്കുന്നു. ഇപ്പം ഓൾറെഡി 12:30 ആയി. സോ വെണ്ടയ്ക്ക ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കഴിക്കാം. ഇതിൽ ഇച്ചിരി ഉപ്പും കുരുമുളകും പിന്നെ ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഇങ്ങനെയാണ് കഴിക്കുന്നത്? സോ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലെങ്കിൽ ഇത് പേരയ്ക്ക ആണ്. ഞങ്ങളുടെ ഇവിടെ പേരയ്ക്കാനാണ് പറയുന്നത്. ഈ പേരയ്ക്കയിൽ ഈ മുളകും ഉപ്പും ഒക്കെ ചേർത്ത് കഴിക്കുമ്പോൾ എൻ്റെ സാറേ എന്നാ ടേസ്റ്റാണ്. ലഞ്ച് എന്തായാലും ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിന് 1 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പോഴത്തേക്കിന് എന്തെങ്കിലും നമുക്ക് ഇടയ്ക്ക് കഴിക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാനിത് കഴിക്കുന്നത് ഗൈസ്. പേരയ്ക്ക കഴിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. ഇനി ഒരു ഓംലെറ്റ് ഉണ്ടാക്കാം. ഇന്നെന്താന്ന് എനിക്ക് അറിയത്തില്ല, ഇങ്ങനെ മുട്ട പൊരിച്ചതും ചോറും അതെല്ലാം കഴിക്കാനായിട്ട് നല്ല കൊതി തോന്നുമായിരുന്നു. കാരണം ഞാൻ ചോറ് കഴിച്ചിട്ട് ഇപ്പം 5 ദിവസമായി. എന്നെ പറഞ്ഞ് ഞാൻ വിശന്നിരിക്കുമല്ല. പകരം ഞാൻ ചപ്പാത്തി ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. 5 ദിവസം കൊണ്ട് ചോറ് കഴിക്കാഞ്ഞിപ്പം ഇന്നൊരു ക്രേവിങ് ചോറ് കഴിക്കണം എന്ന്. ഓംലെറ്റിന് വേണ്ടി മുട്ട റെഡിയാക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ നമ്മുടെ ഈ വെണ്ടയ്ക്ക റെഡിയായോ ഇല്ലയോ നോക്കാം. വെണ്ടയ്ക്ക് പകുതി വെന്തിട്ടുണ്ട്. വെന്ത് പകുതി കഴിയുമ്പോഴാണ് ഞാൻ ഉപ്പും ഇങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാൽ കരിഞ്ഞു പോകുമെന്ന് മുതിർന്നവർ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ലാസ്റ്റിൽ ഇടാൻ തുടങ്ങിയത്. മുതിർന്നവർ പറയുന്നത് കേൾക്കണമെന്നാണല്ലോ. വെണ്ടയ്ക്ക് ഇനി ഇച്ചിരി കൂടെ ഫ്രൈ ആവാനുണ്ട്. ഇനി തുറന്നു വെച്ചിട്ട് ഒന്നും കൂടെ ഫ്രൈ ആക്കിയേക്കാം. അപ്പത്തേക്കിന് ചമ്മന്തി റെഡിയാക്കാം. ചമ്മന്തിക്ക് വേണ്ടി എൻ്റെ അടുത്ത് ഇവിടെ മാങ്ങയൊന്നും ഇല്ല. സോ ഇന്നത്തെ ചമ്മന്തി ഇച്ചിരി ഒരു തട്ടിക്കുട്ടി ചമ്മന്തിയാണ്. ചമ്മന്തിക്ക് നാട്ടിൽ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ ഇവിടെ ഇങ്ങനെ ചെറിയ ഉള്ളി ഞാൻ കണ്ടിട്ടില്ല. സോ ഞാൻ ഇവിടെ സവാളയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മാങ്ങയ്ക്ക് പകരം ഞാൻ പുളിയിൽ അഡ്ജസ്റ്റ് ചെയ്തു. വിശക്കുമ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് പണി ചെയ്യാൻ പോകരുത്. എളുപ്പപ്പണിയിൽ എന്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാമോ അങ്ങനെ ചെയ്യാവുള്ളൂ എൻ്റെ കൂട്ട്. സോ വെണ്ടയ്ക്ക ഫ്രൈ ഇതിൻ്റെ ഇടയ്ക്ക് ഫ്രൈ ആയിരുന്നു ഗൈസ്, ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ വിചാരിച്ചു കുറച്ചേ ഉള്ളൂ പണി, പെട്ടെന്ന് അങ്ങ് ഫുഡ് ഉണ്ടാക്കി കഴിയാമല്ലോ എന്ന് വിചാരിച്ചു. അരമണിക്കൂറിനുള്ളിൽ എവിടെ തീരാൻ. 12:30ക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് ഗൈസ്. ഇപ്പോൾ ഓൾറെഡി 1:30 ആയി. ആകെ ഇച്ചിരി ഉണ്ടാക്കിയുള്ളൂ, എന്നിട്ട് 1 മണിക്കൂർ എടുത്തിരിക്കുന്നു. വീട്ടിൽ അമ്മേനെയൊക്കെ സമ്മതിക്കണം. സ്കൂളിൽ പോകുമ്പോൾ എന്ത് പെട്ടെന്നായിരുന്നു പാക്കൊക്കെ ചെയ്തു തരുന്ന ഫുഡ് ഇച്ചിരിയാ ഉണ്ടാക്കിയെങ്കിലും പ്ലേറ്റിംഗ് നമ്മൾ പെർഫെക്റ്റ് ആക്കണമെന്നാണല്ലോ. സോ ഇതാണ് ഗൈസ് എൻ്റെ സിമ്പിൾ ലഞ്ച്. എനിക്ക് ഈ ലഞ്ച് കണ്ടിട്ട് മമ്മി ഇങ്ങനെ സ്കൂളിൽ ടിഫിൻ ബോക്സിലേക്ക് തരുന്ന ലഞ്ചിന്റെ കൂട്ടാണ് എനിക്ക് ഇന്നത്തെ ലഞ്ച് തോന്നുന്നത്. ഫ്രിഡ്ജിൽ എന്നത്തെയോ ഇച്ചിരി ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തായാലും പ്ലേറ്റിംഗ് ചെയ്യല്ലേ, ഷോ ഓഫിന് ഇന്നും കൂടെ വെച്ചേക്കാം. ചോറും ചമ്മന്തിയും ഉണ്ടെങ്കിൽ തൈരിനെ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല ഗൈസ്. സോ ഇച്ചിരി തൈരും കൂടെ ഇതിന്റെ കൂട്ടത്തിലാകുമ്പോഴത്തേക്കിന് പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇന്നത്തെ ലഞ്ച്. ടൈം വേസ്റ്റ് ചെയ്യാതെ ഞാനപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ലഞ്ച് കഴിക്കുമ്പോൾ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ TV കണ്ട് ആസ്വദിച്ചാണ് കഴിക്കുന്നത്. ഇന്നത്തെ കുട്ടി വ്ലോഗ് ഇത്രയേ ഉള്ളൂ.